ഇന്ത്യക്കെതിരെ ബംഗ്ലാദേശ് ഉയർത്തുന്ന കടുത്ത വിമർശനമാണ്. മാധ്യമങ്ങളെ അഭിസംബോധന ചെയ്യാൻ ഷെയ്ഖ് ഹസീനയെ അനുവദിച്ചത് അവഹേളനമെന്നാണ് പ്രതികരണം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധത്തെ മെച്ചപ്പെടുത്താനുള്ള നീക്കത്തെ ഇത് ബാധിച്ചേക്കാം എന്നാണ് മുന്നറിയിപ്പ്. എന്ത് പ്രത്യാഘാതമുണ്ടായാലും ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നും അവിടുത്തെ ജനങ്ങളിൽ നിന്ന് ഒരിക്കലും തനിക്ക് അകലാനാകില്ല എന്നും ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. കാർത്തിക് വിശദാംശങ്ങൾ. ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന കഴിഞ്ഞ ദിവസം നടത്തിയ വാർത്താ സമ്മേളനം ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധത്തിൽ പുതിയ ഉലച്ചിലുകൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. ഈ വാർത്താ സമ്മേളനത്തിന് പിന്നാലെ ബംഗ്ലാദേശ് കടുത്ത ഭാഷയിൽ ഇന്ത്യക്കെതിരെ വിമർശനം ഉന്നയിച്ച് രംഗത്തെത്തിയിരിക്കുന്നു. ബംഗ്ലാദേശിന്റെ വിദേശകാര്യ മന്ത്രാലയം പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനം ഉള്ളത്. മാധ്യമങ്ങളുമായി തത്സമയ സംവാദത്തിൽ പങ്കെടുക്കാൻ ഷെയ്ഖ് ഹസീനയ്ക്ക് അവസരം ഒരുക്കിയതിലുള്ള അമർഷം അത് രേഖപ്പെടുത്തുന്നതിനൊപ്പം തന്നെ ബംഗ്ലാദേശിനെയും അവിടുത്തെ ജനതയെയും വിഷലിപ്തമായ പരാമർശങ്ങൾ നടത്താൻ അവസരമൊരുക്കി എന്ന ആരോപണമാണ് ബംഗ്ലാദേശ് ഉന്നയിക്കുന്നത്. പരിപാടിക്ക് മുൻപ് തന്നെ ന്യൂഡൽഹിയെ ഇക്കാര്യം അറിയിച്ചിരുന്നു. അതായത് ഇത്തരം ഒരു പരിപാടിക്ക് അവസരം ഒരുക്കരുത് എന്നൊരു ആവശ്യം ഇന്ത്യൻ സർക്കാരിനോട് അവർ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അത് വകവയ്ക്കാൻ സർക്കാർ തയ്യാറായില്ല. ഉഭയകക്ഷി ബന്ധത്തിലടക്കം ഇത് വിള്ളലുണ്ടാക്കുമെന്ന മുന്നറിയിപ്പ് പോലും വകവയ്ക്കാൻ ഇന്ത്യ തയ്യാറായില്ല. ഇതിനോടുള്ള കടുത്ത അതൃപ്തിയാണ് ബംഗ്ലാദേശ് രേഖപ്പെടുത്തുന്നത്. എന്തായാലും നേരത്തെ തന്നെ ഇന്ത്യ ഇക്കാര്യത്തിലുള്ള നിലപാട് വ്യക്തമാക്കിയതാണ്. അതായത് ഒരു സ്വകാര്യ എൻറ്റിറ്റി നടത്തുന്ന പരിപാടിയാണ്. അതുമായി ബന്ധപ്പെട്ട് ഷെയ്ഖ് ഹസീന നടത്തുന്ന പരാമർശങ്ങളിലൊന്നും തന്നെ ഇന്ത്യൻ സർക്കാരിന് പങ്കില്ല. ആ പ്രസ്താവനകളിൽ അവർക്ക് ഇന്ത്യൻ സർക്കാരിന് അഭിപ്രായവുമില്ല എന്നും ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം നേരത്തെ തന്നെ വ്യക്തമാക്കിയതാണ്. എന്തായാലും പുതിയ സാഹചര്യത്തിൽ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധത്തിൽ വിള്ളലുകൾ വീഴുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. പ്രത്യേകിച്ച് സെപ്റ്റംബർ 2 വാരത്തോടുകൂടി ബംഗ്ലാദേശിന്റെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രി താരിഖ് റഹ്മാൻ ഇന്ത്യയിലേക്ക് അദ്ദേഹത്തെ ക്ഷണിച്ചിട്ടുണ്ട്. ബ്രിക്സ് ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട ഔട്ട്റീച്ച് സെക്ഷനിൽ പങ്കെടുക്കാനാണ് അദ്ദേഹത്തെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ചിട്ടുള്ളത്. അദ്ദേഹം വരുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ കാര്യങ്ങളിൽ ഇനി വ്യക്തത വരേണ്ടതുണ്ട്. ആ തീരുമാനങ്ങളിലടക്കം ആ ക്ഷണത്തിലടക്കം ബംഗ്ലാദേശിൻ്റെ തീരുമാനം എന്താണ് എന്നത് ഇനി നിർണായകമാണ്. എന്തായാലും 2024 ജൂലൈ മുതൽ ഏതാണ്ട് 2 വർഷത്തെ കാലത്തെ ഇടവേളയ്ക്ക് ശേഷം ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന നടത്തിയ വാർത്താ സമ്മേളനം, ആ വാർത്താ സമ്മേളനത്തിൽ അവിടുത്തെ ജനതയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിച്ചത് പല ആൾക്കാരെയും ലക്ഷ്യമിട്ടുകൊണ്ട് വിമർശനങ്ങൾ ഉന്നയിച്ചത്, മടങ്ങിപ്പോകും എന്ന് പ്രഖ്യാപിച്ചത്, രാജ്യത്ത് നീതി നടപ്പാക്കുമെന്ന് പ്രഖ്യാപിച്ചത്, ഇതടക്കമുള്ള പ്രസ്താവനകളിലെല്ലാം ബംഗ്ലാദേശിന് കടുത്ത അതൃപ്തിയുണ്ട്. കഴിഞ്ഞ ദിവസം ഷെയ്ഖ് ഹസീന വ്യക്തമാക്കിയത് ഡിസംബറോടുകൂടി ബംഗ്ലാദേശിലേക്ക് മടങ്ങുമെന്നാണ്. അവിടെ ജനാധിപത്യവും നീതിയും ഉറപ്പാക്കാൻ ഏത് തരത്തിലുള്ള പ്രത്യാഘാതങ്ങളും നേരിടാൻ തയ്യാറാണ്. അതിന് അറസ്റ്റോ വധശിക്ഷയോ നേരിടാൻ തയ്യാറാണ് എന്നതടക്കമുള്ള പ്രതികരണമാണ് അവർ നടത്തിയത്. മാത്രമല്ല തന്നെ ബംഗ്ലാദേശിലെ ജനങ്ങളിൽ നിന്ന് അകലാൻ തനിക്കുമാകില്ല എന്ന് ഷെയ്ഖ് ഹസീന വ്യക്തമാക്കുന്നു. അത്തരത്തിൽ വൈകാരികമായ ഒരു വാർത്താ സമ്മേളനത്തിലൂടെ അവിടുത്തെ ജനതയെ അഭിസംബോധന ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ് ഒരുക്കി തീർത്തത് എന്ന വിമർശനം ബംഗ്ലാദേശിനുണ്ട്. എന്തായാലും വരും മണിക്കൂറുകളിൽ ഇരു ഭാഗത്തു നിന്നും കൂടുതൽ പ്രതികരണങ്ങൾ പ്രതീക്ഷിക്കാം. സെപ്റ്റംബർ 2 വാരത്തോടുകൂടി സെപ്റ്റംബർ 12, 13 തീയതികളിൽ നടക്കുന്ന ബ്രിക്സ് സെക്ഷനിലടക്കം ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് ഇനി നിർണായകം. നിർണായകമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നത്. അവരെന്നെ ചിലപ്പോൾ കൊല്ലുമായിരിക്കും, പക്ഷേ എനിക്ക് അവിടെ പോയി നീതി നടപ്പാക്കണമെന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഷെയ്ഖ് ഹസീന പ്രസ്താവന നടത്തിയിരുന്നു. പ്രത്യേകിച്ച് അതൊരു വലിയ കോളിളക്കം സൃഷ്ടിച്ചിരിക്കുന്ന ഒരു പശ്ചാത്തലവും കൂടിയാണ് നിലവിൽ ഉള്ളത്. VR കാർത്തികാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇന്ത്യൻ വംശജനായ നാസ ബഹിരാകാശ യാത്രികൻ അനിൽ മേനോൻ തൻ്റെ ആദ്യ ബഹിരാകാശ നടത്തത്തിന് ഒരുങ്ങുന്നു. ഇന്ത്യൻ സമയം ഇന്ന് വൈകുന്നേരം 6:05 നിർണായകമായ ചരിത്ര ദൗത്യം ആരംഭിക്കുന്നത്. പരിചയസമ്പന്നനായ ബഹിരാകാശ യാത്രികയും സ്റ്റേഷൻ കമാൻഡറുമായ ജെസിക്ക മേയറിനൊപ്പമാണ് ഫ്ലൈറ്റ് എഞ്ചിനീയറായ അനിൽ മേനോൻ ക്വസ്റ്റ് എയർലോക്കിൽ നിന്ന് പുറത്തുകടന്ന് സ്പേസ് വാക്ക് നടത്തുന്നത്.